അണിനിരന്നിരിക്കുകയാണ്. റൈസിംഗ് സ്റ്റാർ അവാർഡാണ്. മിസ് തമീന ഫാത്തിമയാണ് റൈസിംഗ് സ്റ്റാർ അവാർഡിലേക്ക് പരിഗണിക്കപ്പെട്ടത്, അവാർഡ് അർഹരായത്. തമീന ഇന്ന് ഇന്ത്യൻ ക്യാമ്പിൽ, ബാംഗ്ലൂർ നടക്കുന്ന ഇന്ത്യൻ ക്യാമ്പിലാണ്. അതുകൊണ്ട് തമീനയ്ക്ക് വേണ്ടി അമ്മയെ അവാർഡ് വാങ്ങാൻ സാദരം സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. മീഡിയ അവാർഡിലേക്ക് പോകാം. ഇന്ന് നമുക്ക് മീഡിയ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ഏറെ സ്നേഹമുള്ള സിറാജ് കാസിം. അദ്ദേഹം മാതൃഭൂമിയുടെ ചീഫ് റിപ്പോർട്ടറാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഫിഫ വേൾഡ് കപ്പ് അടക്കമുള്ള കായിക മാമാങ്കങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചെത്തിയതും കൂടിയാണ്. സാർ, താങ്കളെ വളരെ സ്നേഹത്തോടു കൂടി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഏതാനും വാക്കുകൾ ഞങ്ങളോട് സംസാരിക്കാനായി സിറാജ് സാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം. ജാവിയർ മിലി, നിശബ്ദതയാണ് മറുപടി. കേട്ടിട്ടില്ല ആ പേര്. അദ്ദേഹം ഒരു അർജന്റീനക്കാരനാണ്. അവിടെ അദ്ദേഹത്തിന് ചെറിയൊരു പണിയുണ്ട്. ആ രാജ്യത്ത് ഭരിക്കുക എന്നാണ് അദ്ദേഹത്തിൻ്റെ പണി. അർജന്റീനയുടെ പ്രസിഡൻ്റാണ് ജാവിയർ മിലി. ലൂയിസ് സിൽവ, ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അദ്ദേഹം ഒരു ബ്രസീലുകാരനാണ്. ബ്രസീലിൽ അദ്ദേഹത്തിന് ചെറിയൊരു പണിയുണ്ട്. ബ്രസീലിൻ്റെ പ്രസിഡൻ്റാണ് അദ്ദേഹം. അർജന്റീനയുടെ ജാവിയർ മിലിയെയോ ബ്രസീലിൻ്റെ ലൂയിസ് സിൽവയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷേ അർജന്റീനയുടെ ഗോൾ കീപ്പർ എമിലിയോ മാർട്ടിൻസ് ആണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അർജന്റീനയുടെ മിഡ്ഫീൽഡിൽ മാലാഖയെ പോലെ ഏഞ്ചൽ ഡി മരിയ ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അർജന്റീനയുടെ മുന്നേറ്റത്തിൽ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലയണൽ മെസ്സി ഉണ്ടെന്ന് നമുക്കെല്ലാം അറിയാം. അർജന്റീനയുടെ പ്രസിഡന്റിനെ അറിയാത്ത നമുക്ക് അർജന്റീനയിലെ ഓരോ കളിക്കാരനെയും അറിയാം. അതുപോലെ തന്നെയാണ് ബ്രസീലിൻ്റെ കാര്യം. ബ്രസീലിൻ്റെ പ്രസിഡന്റ് ലൂയിസ് സിൽവയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ ബ്രസീലിൻ്റെ കാവൽ മാലാഖയായി, ബ്രസീലിൻ്റെ ഗോൾ കീപ്പറായി നമ്മുടെ പ്രിയപ്പെട്ട ആലിസൺ ഉണ്ടെന്ന് നമുക്കറിയാം. അതിൻ്റെ മിഡ്ഫീൽഡിൽ കാസിമിറോ ഉണ്ടെന്ന് നമുക്കറിയാം. ബ്രസീലിൻ്റെ മുന്നേറ്റ നിരയിൽ വിനീഷ്യസും നെയ്മറും ഉണ്ടെന്ന് നമുക്കറിയാം. അതാണ് ഫുട്ബോൾ. അതാണ് എന്നും ജീവിതം പോലെ ഫുട്ബോളിനെ ചേർത്ത് നിർത്തുന്നത്. ആ ഫുട്ബോളിലേക്കാണ് കല്ലറക്കൽ ഫൗണ്ടേഷൻ നമ്മുടെ എല്ലാം കൈപിടിക്കുന്നത്. ശ്രീ സ്റ്റീഫൻ പറഞ്ഞു 50,000 കിലോമീറ്റർ കേരളത്തിൽ അവർ സഞ്ചരിച്ചുവെന്ന്. കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ദൂരം എത്രയാണെന്ന് നിങ്ങൾക്കറിയാമോ? കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള എയർ ഡിസ്റ്റൻസ് കൃത്യമായി പറയുകയാണെങ്കിൽ 13,595 കിലോമീറ്ററാണ്. വേണമെങ്കിൽ ഗൂഗിൾ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. 13,595 കിലോമീറ്ററാണ് കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിലേക്കുള്ള ദൂരം. അതായത് 2 തവണ വീതം 4 തവണ കൊച്ചിയിൽ നിന്ന് ന്യൂയോർക്കിൽ മടങ്ങി വരാനുള്ള ദൂരം ഇവർ ഫുട്ബോളിനായി സഞ്ചരിച്ചിട്ടുണ്ട്. അത് ഫുട്ബോളിന് അവർ നൽകുന്ന സ്നേഹമാണ്. ആ സ്നേഹമാണ് ഇവിടെ ഞാനും നെഞ്ചേറ്റുന്നത്. ഈ തന്ന അവാർഡിന് നന്ദി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നന്ദി പറയുന്നു. പ്രത്യേകിച്ചും അൻവർ സാദത്ത് എനിക്ക് പ്രിയപ്പെട്ട ഒരു സുഹൃത്താണ്. അതുപോലെ എല്ലാവരും, എനിക്ക് ചെയർപേഴ്സൺ എനിക്ക് അത്ര പരിചയമില്ല എങ്കിലും ഇവിടെ വെച്ച് കൂടുതൽ ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് അത്രയില്ല. ജോൺച്ചാൻ എനിക്ക് നേരത്തെ തൊട്ട് അറിയാം, ആലുവയിൽ വെച്ച് കണ്ട് ഫാദറിനെ വിളിച്ച് പരിചയപ്പെട്ടു. സ്റ്റീഫൻസ്, എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഫുട്ബോൾ എന്ന വികാരവുമായി നമുക്ക് ഒരുമിച്ച് ഇനിയും മുന്നോട്ട് കൊള്ളാം. താങ്ക് യു. തുടങ്ങുകയാണ്. ബെസ്റ്റ് ഫോർവേഡിനുള്ള അവാർഡ് അണ്ടർ-13 ആയുഷ് CA പരപ്പൂർ FC തൃശ്ശൂരിൻ്റെ ആയുഷ് CA അവാർഡ് സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്.
Under 14, Mohammad Sinan MK, Aifa Palakkad. Under 15, Ashlyn P. Jobson, Sparrow FC, Thrissur. Under 16, Prayagam, Scoreline Sports School, Kannur. Under 17, Jitin Yadav, Talent FA, Palakkad. ഇപ്പോൾ അക്കാഡമി പാലക്കാടിന് വേണ്ടി ജിതിൻ്റെ കോച്ച് അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. ജിതിൻ യാദവിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ കോച്ച് അവാർഡ് ഏറ്റുവാങ്ങുകയാണ്. ജിതിൻ യാദവ്. Ashlyn P. Best Girls Team Award goes to Under 13 goes to Talents Football Academy, Palakkad. അവാർഡ് ദാന ചടങ്ങ് തുടരുകയാണ്. ബെസ്റ്റ് ഗേൾസ് ടീം അവാർഡ് പ്രയാഗ് എം സ്കോർലൈൻ സ്പോർട്സ് സ്കൂൾ, കണ്ണൂർ. ബെസ്റ്റ് ഫോർവേഡിൻ്റെ മറ്റൊരു അവാർഡ് Under 16 പ്രയാഗ് എം സ്കോർലൈൻ സ്പോർട്സ് സ്കൂൾ, കണ്ണൂർ. Best Girls Team Award Under 13 Talents Football Academy, Palakkad. Under 15 LBS MHSS, Avittattur, Thrissur. ഇപ്പോൾ വേദിയിൽ Under 13 Talents Football Academy, Palakkad. Under 15 LBS MHSS, Avittattur, Thrissur. I invite all the team members to this stage. LBS MHSS, Avittattur, Thrissur, and its coach. Under 15 ബെസ്റ്റ് ഗേൾസ് ടീം അവാർഡിൽ അണ്ടർ 15 ഡ്രീംസ് എഫ് സി കൊച്ചി. ടീം മെമ്പേഴ്സിനെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഡ്രീംസ് എഫ് സി കൊച്ചി. താങ്ക് യു ടീം. വേദിയിൽ നിന്ന് സദസ്സിൽ നിന്നുള്ള നല്ലൊരു കൈയ്യടി പ്രതീക്ഷിക്കുകയാണ്. താങ്ക് യു. ജൂറി മെമ്പേഴ്സിനുള്ള സ്നേഹാദരവാണ് അടുത്തത്. ജൂറി ചെയർമാൻ ശ്രീ സി ജേക്കബ്, റിട്ടയർഡ് IRS ആൻഡ് ഫോമർ ഇൻ്റർനാഷണൽ പ്ലെയറാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടുകൂടി മുൻ കസ്റ്റംസ് പ്ലെയർ കൂടിയായിരുന്ന ജേക്കബ് സാറിനെ ഇന്ത്യൻ താരം കൂടിയായ മിസ്റ്റർ MM ജേക്കബ്, ഫോർമർ ഇൻ്റർനാഷണൽ ആൻഡ് കേരള കോച്ചായിരുന്നു. സെൻട്രൽ എക്സൈസിന് വേണ്ടി കളിച്ചിട്ടുള്ള MM ജേക്കബ് സാറിനെ ഏറെ ബഹുമാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി ക്ഷണിക്കുകയാണ്.
മറ്റൊരു ഇന്ത്യൻ താരമായ ശ്രീ ഇട്ടി മാത്യു സാർ, അദ്ദേഹം സന്തോഷ് ട്രോഫി വിന്നിംഗ് ടീം മെമ്പറായിരുന്നു. ടൈറ്റാനത്തിന് വേണ്ടി കളിച്ചിരുന്ന ഇട്ടി മാത്യു സാറിനെ ഏറെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. ബെസ്റ്റ് കോച്ച് അവാർഡ് അണ്ടർ 13 ശ്രീ അരുൺ കെ ടാലൻസ് എഫ് എ പാലക്കാട്. ടാലൻസ് ഫുട്ബോൾ അക്കാഡമിയിലെ അരുൺ കെ ബെസ്റ്റ് കോച്ച് അവാർഡിന് വേണ്ടി അണ്ടർ 13 സ്നേഹത്തോടു കൂടി ക്ഷണിക്കുന്നു. താങ്ക് യു. അണ്ടർ 15 ബെസ്റ്റ് കോച്ച് അവാർഡ് ഗോസ് ടു ശ്രീ തോമസ് കാട്ടുകാരൻ, LBS MHSS തൃശ്ശൂർ. അദ്ദേഹം മുൻ ഇന്ത്യൻ പോലീസ് താരം, അതോടൊപ്പം സന്തോഷ് ട്രോഫി പ്ലെയർ കൂടിയായിരുന്നു. തോമസ് കാട്ടുകാരൻ സാറിനെ വളരെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കുകയാണ്. ബെസ്റ്റ് കോച്ച് അവാർഡാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വേദിയിലുള്ളത് ശ്രീ തോമസ് കാട്ടുകാരൻ, അണ്ടർ 15 ബെസ്റ്റ് കോച്ച്. അണ്ടർ 15 തന്നെ ആദർശ് രാജീവ്, ഡ്രീംസ് FC കൊച്ചിയിലെ ശ്രീ ആദർശ് രാജീവിനെ സ്നേഹത്തോട് ക്ഷണിക്കുകയാണ്. ബെസ്റ്റ് കോച്ച് അവാർഡ് അണ്ടർ 15 ആദർശ് രാജീവ്, ഡ്രീംസ് FC കൊച്ചി. അണ്ടർ 17 ബെസ്റ്റ് കോച്ച് അവാർഡ് ഗോസ് ടു നജുമുനി സയം, ഡ്രീംസ് FC കൊച്ചിയിലെ തന്നെ മിസ് നജുമുനി സയം സ്നേഹത്തോട് ക്ഷണിക്കുന്നു. അണ്ടർ 17 കാറ്റഗറി ബെസ്റ്റ് കോച്ച് അവാർഡ് ഗോസ് ടു നജുമുനി സയം ഓഫ് ഡ്രീംസ് FC കൊച്ചി. താങ്ക് യു. മീഡിയ ആദരവിനുള്ള സമയമായി. ഏബിൾ അലക്സ്, റിപ്പോർട്ടർ, മെട്രോ വാർത്തയുടെ റിപ്പോർട്ടർ കൂടിയായ ശ്രീ ഏബിൾ അലക്സ്. താങ്ക് യു സാർ. മറ്റൊരു മീഡിയ ആദരവ് കലാകൗമുദി റിപ്പോർട്ടർ കൂടിയായ ഏറെ സ്നേഹമുള്ള സാജു NI, അദ്ദേഹത്തെ ശ്രീ സാജു NI, റിപ്പോർട്ടർ ഓഫ് കലാകൗമുദി, ആദരവ് സ്വീകരിക്കാനായി വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കലാകൗമുദിയുടെ റിപ്പോർട്ടർ കൂടിയായ സാജു NI സാറിനെ അവാർഡ് സ്വീകരിക്കാനായി ക്ഷണിക്കുന്നു. അതോടൊപ്പം ഇപ്പോൾ അവാർഡ് ഏറ്റുവാങ്ങിയ എല്ലാ അവാർഡ് ജേതാക്കളെയും വേദിയിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് ക്ഷണിക്കുകയാണ് ഒരു ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട്. പ്ലീസ് നിങ്ങൾ ലഹരിമുക്ത ബാല്യം, ലഹരിമുക്ത ഭാരതം എന്ന മുദ്രാവാക്യമായി മുമ്പോട്ട് പോകുന്ന കല്ലറയ്ക്കൽ ഫൗണ്ടേഷൻ്റെ എക്സലൻസ് അവാർഡ് 2024 എക്സലൻസ് അവാർഡ് 2024 ഏറ്റുവാങ്ങിയ എല്ലാ അവാർഡ് ജേതാക്കളും വേദിയിൽ